അല്ലെ ഞാൻ പറഞ്ഞു വിട്ടിട്ടാണല്ലോ അവൻ അങ്ങോട്ട് വന്നത്. നിന്റെ അടുത്ത് ഞാൻ അവനാണ് എന്റെ ജോലിക്കാര്യത്തിൽ കയറി ഇടപെടുന്നത്. നിനക്ക് ഞാൻ എന്റെ മര്യാദയ്ക്ക് ജോലി ജീവിക്കുന്ന ഒരാളല്ലേ, നിന്നെ പോലെ അല്ലല്ലോ. അപ്പൊ നീ എന്തിനാണ് വെറുതെ ആൾക്കാർ അങ്ങോട്ട് പറഞ്ഞു വിടുന്നത്? ഇത് തല പോണ കാര്യമൊന്നും അല്ലല്ലോ. നീ ഇപ്പൊ കണക്ഷൻ ഇന്ന് കട്ടിയുള്ളത് 2 ദിവസം സാവകാശം കൊടുത്തുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോണില്ല. സാവകാശം കൊടുത്തല്ലയാ, 15 ദിവസം സാവകാശം കൊടുത്തു. വിളിച്ച് പറഞ്ഞിരുന്നു ബില്ലടക്കാൻ ഡേറ്റ് കഴിഞ്ഞു, 15 ദിവസം കഴിയുമ്പോൾ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ദിവസം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള ദിവസം 2 ദിവസം കൂടെ കൊടുക്കാൻ പറഞ്ഞത് അവന് പൈസ ഇച്ചിരി കിട്ടാനുണ്ട്. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ അവൻ കൊണ്ട് അടയ്ക്കും. അതിപ്പോൾ നമ്മൾ തമ്മിലുള്ള ഇരിപ്പോശം വെച്ച് ഞാൻ നിന്നോട് പറഞ്ഞു, അവൻ എന്നോട് വന്ന് പറഞ്ഞു. അതൊക്കെ നമുക്ക് ചെയ്യാം, മാനസിക പരിഗണന കൊടുക്കേണ്ട കാര്യങ്ങളല്ലേ. പക്ഷെ എനിക്കിത് അവിടെ പറയാൻ പറ്റൂലല്ലയാ. എനിക്ക് ശമ്പളം തരുന്ന സ്ഥലമാണല്ലോ അവിടെ എനിക്ക് പറയാൻ പറ്റില്ല. എന്റെ അളിയന്റെ കൂട്ടുകാരനാണ്, അവന്റെ വീട്ടിൽ 2 ദിവസം കഴിഞ്ഞ് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. ഇതിപ്പോ അവിടെ ഒന്നും പറയണ്ടല്ലോ, നീ അല്ലാതെ തന്നെ നിനക്കൊന്ന് കണ്ണടച്ചാ പോരെ. എനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട അളിയാ. ഇതിന്റെ ലിസ്റ്റ് വന്ന് രാവിലെ എനിക്ക് തരുന്ന ലിസ്റ്റാണ്, ഓരോരുത്തരുടെ പേര്. നിങ്ങളെ വൈദ്യുതി ഓഫീസിൽ ഭയങ്കര കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യണം. അതൊന്നും നീ എന്നടുത്ത് അങ്ങനെ സംസാരിക്കല്ലേ. ഓഫീസിനെ പറ്റി അനാവശ്യം പറയരുത്. നീ അങ്ങനെ സംസാരിക്കരുത്. ഒരു മനുഷ്യന് ഒരു 2 ദിവസം സാവകാശം കൊടുക്കാൻ നീ വിചാരിച്ചാൽ പറ്റും. 2 ദിവസം 15 ദിവസം സാവകാശം കൊടുത്തില്ല. അത് എല്ലാവർക്കും പൊതുവായിട്ട് കൊടുക്കുന്ന ഒരു സാവകാശം. ഇതിപ്പോ അതുപോലെയാണ്. അവൻ എന്റെ കൂട്ടുകാരൻ, നീ എന്റെ അളിയൻ. അപ്പൊ ആ ഒരു ഇരിപ്പോശെങ്കിലും ഒന്ന് പരിഗണിക്കണ്ടേ? ആ ഇരിപ്പോശം ഒന്നും പരിഗണിക്കാൻ പറ്റൂലല്ല. ഓ പിന്നെ നിങ്ങളുടെ ഓഫീസ് ഭയങ്കര കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഓഫീസ് തന്നെ. ഞങ്ങളുടെ ഓഫീസ് കൃത്യമായിട്ടാണ് ഓരോ കാര്യങ്ങൾ നോക്കാറുള്ളത്. പിന്നെ അങ്ങനെ സംസാരിക്കരുത്. എന്ത് നമുക്കറിയാം. വല്ല കാശും പിടിപാട് ഉള്ളവന്മാർ വന്നാൽ നീ ഒന്നും കട്ട് ചെയ്യില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല, കട്ട് ചെയ്യുന്നിടത്ത് ഞാൻ പോയി അതൊക്കെ എനിക്കറിയാം കേട്ടാ. നീ അങ്ങനെ സംസാരിക്കരുത്. ഇവിടെ പല മറ്റേ ജുവലറിക്കാരന്റെയും മറ്റേ ബാറ് മുതലാളിമാരെയൊക്കെ വന്ന് പറയാം നീ ഒന്നും കട്ട് ചെയ്യൂല. എന്റെ മേഖലയുള്ള കാര്യം ഞാൻ ചെയ്യാറുണ്ട്. എന്നോട് ഓഫീസിൽ നിന്ന് പറഞ്ഞു വിടുന്ന കാര്യം ഞാൻ കൃത്യമായി ചെയ്യാറുണ്ട്. അതെ, നിനക്ക് ഇപ്പൊ ഇത്തിരി സാവകാശം കൊടുക്കാൻ പറ്റുമോ? നീ എന്ത് ഫീസ് കട്ട് ചെയ്യോ? ഞാൻ അവന് 4:30 മണി വരെ ഒരു മാനുഷിക പരിഗണന വെച്ച് 4:30 മണി വരെ സമയം കൊടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ കട്ടിയ ലിസ്റ്റ് തന്നെയാണ്. 4:30 മണി വരെ സമയം കൊടുത്തിട്ടുണ്ട്. 4:30 മണിക്ക് മുമ്പ് അവൻ ബില്ല് അടച്ച് കൃത്യമാക്കിയില്ലെങ്കിൽ കൃത്യം 4:45 അവന്റെ ഫീസ് ഞാൻ ഊരിയിരിക്കും. നീ ചിലപ്പോഴേ ഊരും. എന്നാ ഞാൻ നിന്റെ വെല്ല് വിളിക്കുകയാണ്. നീ അവന്റെ ഫീസ് ഊരുമെങ്കിൽ നിന്റെ ഇലക്ട്രിസിറ്റി ഓഫീസിന്റെ ഫീസ് മൂടാണ് ഞാൻ ഊരും. ഒരു കാര്യം പറയാം, നീ അങ്ങോട്ട് ചെല്ലാ ഫീസ് വരാൻ. നീ അങ്ങോട്ട് നീ ഫീസ് എനിക്ക് കാണണം. തല മുട്ട നീ ഫീസ് വരാൻ പാ. പിന്നെ ഇവൻ ആരാന്ന് ഇവന്റെ വിചാരം? വൈദ്യുതി മന്ത്രിന്നാ? അയാൾക്ക് കാണൂല ഇത്രയും ചാടയും പോരും. നമ്മളൊരു കാര്യം പോയി പറഞ്ഞാൽ ആ മനുഷ്യൻ വളരെ ഇതായിട്ട് ചെയ്തു തരും. എന്നാ പിന്നെ അയാളോട് പോയി പറ. എടി നിന്റെ തന്ത ഹവീൽദാരല്ല വൈദ്യുതി മന്ത്രി. കാണും പറയാ.